ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ ഫില്ലിങ് വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ളിന് പകരം നിങ്ങൾക്ക് കരിഞ്ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യ് നല്ല തിളച്ച നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്ന നെയ്യ് അത്രയും ചൂടിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തരിതരിപ്പായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പുട്ടിനൊക്കെ കുഴക്കുന്ന ആ ഒരു ഇതിൽ നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്കൊരു 2 മീഡിയം സവാള കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചൂട്ടോടെ നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഈ മാവ് ഇത്തിരി ഡ്രൈ ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തിരി വെള്ളം കുറവിലാണ് നമ്മളത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് 2 ഭാഗമായിട്ട് നമുക്കിത് കട്ടാക്കിയിട്ട് എടുക്കാം. ഇനി അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് വലിയ ഷീറ്റാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പരത്തിയിട്ട് എടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഈ ഒരു ബോള് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഷീറ്റുകളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ ഒരു ഷീറ്റിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് 2 സൈഡും ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലെയേഴ്സ് ഇങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ലെയേഴ്സും ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആ സൈഡിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ നമ്മൾ നല്ല തിളച്ച നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ഇത് വളരെ ക്രിസ്പി ആയിട്ടും വേറൊരു ടേസ്റ്റായിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സ്നാക്ക് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതൽ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.